ഒരു ബിൽഡിംഗ് വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ സൈറ്റിൽ വർക്കേഴ്സിന്റെ എണ്ണം കൂട്ടിയാൽ മാത്രം മതിയോ? പോരാ. സ്റ്റീൽ സ്ട്രക്ചറിലെ സ്പീഡ് വരുന്നത് സൈറ്റിൽ നിന്ന് മാത്രമല്ല ഫാക്ടറിയിൽ നിന്നും കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം ബിൽഡിങ്ങിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഡിസൈനും എഞ്ചിനീയറിംഗും കംപ്ലീറ്റ് ചെയ്യും. കോളം, ബീം തുടങ്ങി ഓരോ സ്റ്റീൽ മെമ്പറിന്റെയും സൈസും പൊസിഷനും മുൻകൂട്ടി ഡിസൈഡ് ചെയ്യും. അങ്ങനെ ഡിസൈൻ റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത വർക്ക് ഒരു സ്ഥലത്തല്ല 2 സ്ഥലത്താണ് ഒരേ സമയം തുടങ്ങുന്നത്. ഒരു വശത്ത് ഫാക്ടറിയിലെ ഡിസൈൻ അനുസരിച്ച് സ്റ്റീൽ കട്ടിംഗ്, ഡ്രില്ലിംഗ്, വെൽഡിംഗ്, പെയിന്റിംഗ് തുടങ്ങിയ ഫാബ്രിക്കേഷൻ വർക്ക്സ് നടക്കും. അതേസമയം മറ്റൊരു വശത്ത് സൈറ്റിൽ ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള സിവിൽ വർക്ക്സും മുന്നോട്ട് പോകും. അതായത് ഫാക്ടറിയിൽ ഫാബ്രിക്കേഷൻ തീരുന്നതുവരെ സൈറ്റിൽ കാത്തിരിക്കേണ്ടി വരുന്നില്ല. 2 വർക്ക്സും പാരലായി മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇതാണ് സ്റ്റീൽ സ്ട്രക്ചറിന്റെ സ്പീഡിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഫാക്ടറിയിൽ ഫാബ്രിക്കേഷൻ കംപ്ലീറ്റ് ആവുമ്പോഴേക്കും സൈറ്റിലും ഇറക്ഷനായി റെഡി ആയിരിക്കും. ഫാബ്രിക്കേറ്റഡ് സ്റ്റീൽ മെമ്പേഴ്സ് സൈറ്റിൽ എത്തിച്ച ശേഷം ഇറക്ഷൻ ഡ്രോയിങ് അനുസരിച്ച് പൊസിഷൻ ചെയ്ത് അലൈൻ ചെയ്ത് ബോൾട്ട് ചെയ്ത് സ്ട്രക്ചർ ഇറക്ട് ചെയ്യും. അപ്പൊ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് പ്ലാനിംഗ്, ഫാക്ടറി ഫാബ്രിക്കേഷൻ, പാരലൽ സിവിൽ വർക്ക്, എഫിഷ്യന്റ് ഇറക്ഷൻ ഒക്കെയാണ് സ്റ്റീൽ സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. പക്ഷെ സ്പീഡ് മാത്രമാണോ സ്റ്റീൽ സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജ്? അല്ല, വേറെയും അഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റീൽ സ്ട്രക്ചറിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോമെന്റ് ചെയ്യൂ, DM ചെയ്യൂ, അല്ലെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. സ്റ്റീൽ സ്ട്രക്ചറിനെ കുറിച്ച് A to Z അറിയാൻ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.